नमस्कारः। प्रथमस्य एककस्य त्रयः पाठाः पठितवन्तः खलु। इदानीं नूतनम् एककं प्रविशामः। ततः पूर्वं भवन्तः एकं ह्रस्वचित्रम् अवलोकयन्तु। ദൃഷ്ടവന്തഃ ഖലു കഥമാസീത്. എങ്ങനെ ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിം? നന്നായിട്ടുണ്ട് അല്ലേ? അസ്യ ഹ്രസ്വചിത്രസ്യ പ്രതിപാദ്യഃ വിഷയഃ കഃ? ഈ ഒരു ചലച്ചിത്രത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഇതിനെ പല കോണുകളിലൂടെയും നമുക്ക് വീക്ഷിക്കാം അല്ലേ? മനുഷ്യ ജീവിതത്തിലെ വിശപ്പ് എന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തെ ഈ സിനിമ ഉയർത്തിക്കാട്ടുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യമായ സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നതാണ് ഈ ചലച്ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹം, അഹിംസ എന്നീ അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ ഉണർത്തുകയും സമൂഹ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉൾപ്പെടുത്തിയ മാനവികത എന്ന രണ്ടാം യൂണിറ്റിലേക്ക് കടക്കുകയാണ് നമ്മൾ. സ്നേഹം, കരുണ, ത്യാഗം മുതലായ മാനവിക മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു നൽകിയ 3 മഹാത്മാക്കളുടെ പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യ പാഠമായ ക്രിസ്തു ഭാഗവതം ഒരു കാവ്യാംശവും രണ്ടാം പാഠമായ കോ ഹേതുഹു ഒരു ആഖ്യായികാംശവും മൂന്നാം പാഠമായ ദീനദയാലുർഭവ ഒരു ജീവനചരിത അംശവുമാണ്. ഇനി നമുക്ക് ഒരു കവിത കേട്ടാലോ? ഒരു കൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി.
ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. എല്ലാവരും കേട്ടല്ലോ. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കവിതയാണ് ഇത്. ഇത് ആരുടെ വരികളാണ്? അതെ, സുഗതകുമാരിയുടെ വരികളാണ്. ഈ ഒരു കവിത കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? നല്ല ഒരു അനുഭവം ലഭിക്കുന്നില്ലേ? ഉണ്ട്. അതുമാത്രമല്ല, മഹത്തായ ഒരു സന്ദേശവും ഈ കവിത നമുക്ക് നൽകുന്നു. കവിതകളൊക്കെ പദ്യകാവ്യങ്ങളാണെന്ന് പറയാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ചിന്താരതോ ബാലകഃ എന്ന പാഠം ക്രിസ്തുഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാവ്യത്തെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ ശബ്ദാർത്ഥങ്ങളാണ് കാവ്യം എന്ന് പറയുന്നത്. തദദോഷവും ശബ്ദാർത്ഥവും സഗുണാവനലങ്കൃതി പുനഃക്വാപി എന്നാണ് നമ്മുടെ പട്ടൻ കാവ്യലക്ഷണമായി പറഞ്ഞത്. ദോഷരഹിതങ്ങളും ഗുണസഹിതങ്ങളും ആയ ശബ്ദാർത്ഥങ്ങളാണ് കാവ്യം. ചിലപ്പോൾ അലങ്കാരമില്ലാതെയും വരാം എന്നാണ് ഈ വരികളുടെ അർത്ഥം. എന്താണ് കാവ്യം? അതിൻ്റെ പ്രയോജനം എന്താണ്? അത് എത്ര തരത്തിലുണ്ട് എന്നതിൻ്റെയൊക്കെ വിശദമായ ചർച്ചകൾ സംസ്കൃത ഭാഷാശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ദൃശ്യം, ശ്രവ്യം എന്നിങ്ങനെ കാവ്യം 2 തരത്തിലുണ്ട് എന്നും അതിൽ തന്നെ മഹാകാവ്യം, ഖണ്ഡകാവ്യം, മുക്തകം എന്നിങ്ങനെ ശ്രവ്യകാവ്യം 3 തരത്തിലും ആണെന്നും ഇപ്പോൾ മനസ്സിലാക്കുക. മഹാകാവ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്കൃത ഭാഷായാം പഞ്ചമഹാകാവ്യാനി ഇതി പ്രസിദ്ധാനി കാനിചന കാവ്യാനി സന്തി. അവ ഏതൊക്കെയാണ്? ഓർമ്മയുണ്ടോ? അതെ, കാളിദാസന്റെ രഘുവംശം, കുമാരസംഭവം, മാഘകവിയുടെ ശിശുപാലവധം, ഭാരവിയുടെ കിരാതാർജുന്യം, ശ്രീഹർഷന്റെ നൈഷധീയചരിതം എന്നിവയാണ് ആ മഹത്തായ കൃതികൾ, അല്ലേ? ഇനി എന്തിനാണ് കാവ്യം പഠിക്കുന്നത്? ഒരു രസത്തിനാണ്, അല്ലേ? അതെ, വായിക്കുമ്പോൾ ഒരു രസം അനുഭവപ്പെടണം. അതുമാത്രമാണോ പ്രയോജനം? അല്ല. പിന്നെന്തൊക്കെയാണ്? കാവ്യം ദേശത്തെ അർത്ഥഗതി, വ്യവഹാരവിധി, ശിവേതരക്ഷതയെ, സത്യപരനിർവൃതയെ, കാന്താസംഹിതയ ഉപദേശവിധി എന്നാണ് നമ്മുടെ ഭട്ടൻ കാവ്യപ്രയോജനമായി പറയുന്നത്. അതായത് കാവ്യം യശസ്സിനും
സമ്പത്തുണ്ടാകുന്നതിനും വ്യവഹാരജ്ഞാനത്തിനും അമംഗളമായതിൻ്റെ നാശത്തിനും ആത്മനിർവൃതിക്കും തുല്യമായുള്ള ഉപദേശം ലഭിക്കുന്നതിനും ആണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് കാവ്യപ്രയോജനങ്ങളിൽ വ്യവഹാരജ്ഞാനവും രസാസ്വാദനവും വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്കൃത മഹാകാവ്യത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ചിന്താരതോ ബാലകഃ എന്ന പാഠം ക്രിസ്തുഭാഗവതം എന്ന ആധുനിക സംസ്കൃത മഹാകാവ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ള പ്രസക്തമായ ഒരു ഭാഗമാണ്. ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ശ്രീമാൻ പ്രൊഫസർ PC ദേവസ്യ ആണ്. സഹ षडधिक 1920 वर्षे केरलेषु कुडमाळूर देशे जनिमलभत. सः मार् इवानियोस् कलालये अध्यापकः आसीत्. तेन प्रसिद्धाः 21 ग्रन्थाः रचिताः. तेषु मुख्यं भवति क्रिस्तुभागवतं नाम महाकाव्यम्. केन्द्रीय साहित्य अकादमी पुरस्कारः, केरलीय साहित्य अकादमी पुरस्कारः च अनेन प्राप्तः. केरलीय संस्कृत कविपरम्परायाम् अन्यतमः आसीत् PC देवस्य महोदयः. क्रिस्तुभागवतं नाम अनेन विरचिते महाकाव्ये येशुदेवस्य जन्मनः प्रभृति क्रूशितमरणपर्यन्तं जीवितवृत्तान्तं सर्वाङ्गीणतया वर्णितम्. अहिंसा, त्यागः, स्नेहः, करुणा, परादरः, सदाचारः इत्यादीनां गुणानां मूर्तिमान् आसीत् येशुदेवः. येशुदेवस्य जीवनचरितमधिकृत्य प्रथमतया रचितं संस्कृतमहाकाव्यं भवति क्रिस्तुभागवतम्. ക്രിസ്തുഭാഗവതത്തിൽ യേശുദേവന്റെ ജനനം മുതൽ കുരിശിലേറ്റപ്പെട്ടുള്ള മരണം വരെ ഉള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ചിന്താരതോ ബാലകഃ എന്ന പാഠം യേശുദേവന്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ചിന്താരതോ ബാലകഃ എന്ന പാഠത്തിലെ ആദ്യ ശ്ലോകത്തിലേക്ക് കടക്കാം. ആദ്യമായി അതിൻ്റെ ഒരു മധുരാലാപനം കേൾക്കാം. പുരേ നാസരഥേ സാർത്ഥം കന്യയാ പ്രിയയാ ചരൻ അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യമപൂപുഷത്. കേട്ടല്ലോ കുട്ടികളെ. പുരേ നാസരഥേ സാർത്ഥം കന്യയാ പ്രിയയാ ചരൻ അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യമപൂപുഷത്. ഒന്നുകൂടി പറയാം. പുരേ നാസരഥേ സാർത്ഥം കന്യയാ പ്രിയയാ ചരൻ അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യമപൂപുഷത്. ഇവിടെ ഈ ശ്ലോകത്തിൽ ഏതൊക്കെയാണ് സംശ്ലിഷ്ട പദങ്ങൾ എന്ന് നോക്കാം. ദിവ്യം അപൂപുഷത്, ദിവ്യം അപൂപുഷത് എന്നതാണ് ഈ ശ്ലോകത്തിലെ കൂടിച്ചേർന്ന പദം.
ദിവ്യം അപൂപുഷത്. ദിവ്യം അപൂപുഷത്. ഇനി നമുക്ക് ഇവിടെയുള്ള പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം. നാസരഥേ പുരേ നസ്രത് നാമകേ നഗരേ. ഇസ്രയേലിലെ നസ്രത്ത് എന്ന് പറയുന്ന നഗരത്തിൽ, നാസരഥേ പുരേ നസ്രത്ത് നാമകേ നഗരേ. നസ്രത്ത് എന്നു പേരുള്ള നഗരത്തിൽ പ്രിയയാ കന്യയാ സാർദ്ധം ഭാര്യയാ കുമാര്യ സഹ. പ്രിയയാ കന്യയാ സാർദ്ധം ഭാര്യയാ കുമാര്യ സഹ. അസിധാരാവ്രതം. അസിധാരാ നാമകം തീവ്രം വ്രതം. ഭാര്യയോടൊത്ത് താമസിക്കുമ്പോൾ പോലും ബ്രഹ്മചര്യം ആചരിക്കുന്ന ഒരു വ്രതമാണ് അസിധാരാ വ്രതം. വാൾമുനയിലൂടെ സഞ്ചരിക്കുന്ന തരത്തിലുള്ള തീവ്രമായ വ്രതം എന്നാണ് അതിൻ്റെ അർത്ഥം. ചരൺ, ആചരൺ, ആചരിച്ചുകൊണ്ട്. തക്ഷ, ശില്പി. ദിവ്യം ശിശും, ദൈവികം ബാലകം. ദൈവികനായ ബാലകനെ. ദിവ്യം ശിശും ദൈവികം ബാലകം. അപൂപുഷത് പോഷയാമാസ വളർത്തി. അപൂപുഷത് പോഷയാമാസ വളർത്തി. ഈ ശ്ലോകത്തില് പദങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഗദ്യക്രമം എന്ന് നോക്കാം. നാസരഥേ പുരേ പ്രിയയാ കന്യയാ സാർദ്ധം അസിധാരാവ്രതം ചരൺ തക്ഷ ദിവ്യം ശിശും അപൂപുഷത് എന്നതാണ് അന്വയം. ഒരിക്കൽ കൂടി പറയാം. നാസരഥേ പുരേ പ്രിയയാ കന്യയാ സാർദ്ധം അസിധാരാവ്രതം ചരൺ തക്ഷ ദിവ്യം ശിശും അപൂപുഷത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നാസരത്തെ പുരേ നസ്രത്ത് എന്ന പട്ടണത്തിൽ പ്രിയയാ കന്യയാ സാർദ്ധം പ്രിയയാ കന്യയാ സാർദ്ധം ഭാര്യയായ കന്യാമറിയത്തോട് ഒപ്പം അസിധാരാവ്രതം ചരൺ അസിധാര എന്ന വ്രതം ആചരിച്ചുകൊണ്ട് തക്ഷ ശില്പിയായ ജോസഫ് ദിവ്യം ശിശും അപൂപുഷത് ദൈവികനായ ബാലകനെ വളർത്തി എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. തക്ഷ ജോസഫ് നസ്രത് നാമകേ നഗരേ കന്യയാ പ്രിയയാ സഹ അസിധാരാവ്രതം ചരൻ പാവനം തം ശിശും യേശും പുപോഷ. ഇത് ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ ജോസഫ് മറിയ ദമ്പതികളുടെ കുട്ടി ദിവ്യനാണെന്ന് സൂചിപ്പിക്കുന്നു. കഠിനമായ അസിധാരാവ്രതമൊക്കെ ആചരിച്ചുകൊണ്ട് ആണ് ജോസഫ് മറിയ ദമ്പതികൾ മകനെ വളർത്തിയത്
എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു മധുരാലാപനം കേൾക്കാം. ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധത സമം പിത്രോരദ്ഭുതാനന്ദശാന്തിഭിഃ. ആത്മനാ ബലവാൻ ഏഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധത സമം പിത്രോരദ്ഭുതാനന്ദശാന്തിഭിഃ. ഒരിക്കൽ കൂടി പറയാം. ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധത സമം പിത്രോ അദ്ഭുതാനന്ദശാന്തിഭിഃ. ഈ ശ്ലോകത്തിൽ ബലവാനേഷ ജ്ഞാനപൂർണശ്ച പിത്രോരദ്ഭുതാനന്ദശാന്തിഭിഃ എന്നീ പദങ്ങൾ കൂടിച്ചേർന്നിരിക്കുകയാണ്. അവയെ എങ്ങനെ തിരിച്ചെഴുതാം? ബലവാൻ ഏഷ, ബലവാൻ ഏഷ, ബലവാൻ ഏഷ, ബലവാൻ ഏഷ, ബലവാൻ അധികം ഏഷഃ. ജ്ഞാനപൂർണശ്ച, ജ്ഞാനപൂർണഃ അധികം ച, ജ്ഞാനപൂർണശ്ച, ജ്ഞാനപൂർണഃ അധികം ച. പിത്രോരദ്ഭുതാനന്ദശാന്തിഭിഃ, പിത്രോഃ അധികം അദ്ഭുതാനന്ദശാന്തിഭിഃ, പിത്രോഃ അധികം അദ്ഭുതാനന്ദശാന്തിഭിഃ. ഇനി നമുക്ക് ഇതിലെ പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആത്മന സ്വയം, സ്വയമേവ, ആത്മന സ്വയം, സ്വയമേവ. ഏഷ ബാലകഃ, അയം ബോധകഃ, ഈ കുട്ടി. ബലവാൻ, ശക്തിയുക്തഃ, ശക്തിയുള്ളവൻ. ബലവാൻ, ശക്തിയുക്തഃ, ശക്തിയുള്ളവൻ. ജ്ഞാനപൂർണഃ, വിദ്യാസമ്പന്നഃ, ജ്ഞാനപൂർണഃ, വിദ്യാസമ്പന്നഃ, വിദ്യാസമ്പന്നൻ. പിത്രോഃ, മാതാപിത്രോഃ, മാതാപിതാക്കൾക്ക്. പിത്രോഃ, മാതാപിത്രോഃ, മാതാപിതാക്കൾക്ക്. അദ്ഭുതാനന്ദശാന്തിഭിഃ സമം, അദ്ഭുതേന ആനന്ദേന ശാന്ത്യാ ച സാകം. അദ്ഭുതാനന്ദശാന്തിഭിഃ സമം, അദ്ഭുതേന ആനന്ദേന ശാന്ത്യാ ച സാകം. അദ്ഭുതത്തോടും ആനന്ദത്തോടും ശാന്തിയോടും കൂടെ. അവർദ്ധത, വൃദ്ധിം ഉപഗതഃ, അവർദ്ധത വൃദ്ധിം ഉപഗതഃ, വളർന്നു. ഈ ശ്ലോകത്തിൻ്റെ ഗദ്യക്രമം എന്താണെന്ന് നോക്കാം. ഏഷഃ ബാലകഃ ആത്മന ബലവാൻ ജ്ഞാനപൂർണഃ ച പിത്രോഃ അദ്ഭുതാനന്ദശാന്തിഭിഃ സമം അവർദ്ധത. ഒരിക്കൽ കൂടി പറയാം. ഏഷ ബാലകഃ ആത്മന ബലവാൻ ജ്ഞാനപൂർണഃ ച പിത്രോഃ അദ്ഭുതാനന്ദശാന്തിഭിഃ സമം അവർദ്ധത. ഈ ബാലകൻ സ്വയമേ ബലവാനും ജ്ഞാനപൂർണനും വിദ്യാസമ്പന്നനും ആയി മാതാപിതാക്കൾക്ക് അദ്ഭുതവും ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്തുകൊണ്ട് വളർന്നു വന്നു എന്നാണ് അർത്ഥം. ഇവിടെ കുട്ടികൾ വിദ്യാസമ്പന്നരും ആത്മന ബലവാനും ആയിരിക്കണം
എന്ന് സൂചിപ്പിക്കുന്നു. കുട്ടികൾക്ക് കോൺഫിഡൻസ് അതുപോലെ നോളജ് ഇത് രണ്ടും അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അയം ബാലഃ യേശു ശക്തിയുക്തഃ വിദ്യാസമ്പന്നഃ ച സൻ മാതാപിത്രോः അദ്ഭുതേന ആനന്ദേന ശാന്ത്യാ ച സമം അവർദ്ധത ഇതി ഭാവാർത്ഥः. അയം ബാലഃ യേശു ശക്തിയുക്തഃ വിദ്യാസമ്പന്നഃ ച സൻ പിത്രോः അദ്ഭുതേന ആനന്ദേന ശാന്ത്യാ ച സമം അവർദ്ധത. സ്വന്തം കുട്ടികൾ വിദ്യാസമ്പന്നനും ശക്തിയുള്ളവരും ഒക്കെ ആകുമ്പോൾ രക്ഷിതാക്കൾ ആനന്ദവും ശാന്തിയും ഒക്കെ അനുഭവിക്കുന്നു എന്ന്